ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പറാത്തയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ചപ്പാത്തി കഴിച്ചു മടുത്തെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് ഈസിയായി നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ് ആലു പറാത്ത. എങ്ങനെയാണെന്ന് നോക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത്, ഗോതമ്പ് പൊടി ആവശ്യത്തിന് വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കരിവേപ്പില. ഇവിടെ ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങാണ്. അതിലേക്ക് ആവശ്യാനുസരണം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യാനുസരണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. അധികം മുളക് പൊടി ചേർക്കാൻ പാടില്ല, 1/2 ടീസ്പൂൺ. അതിലേക്ക് മുറിച്ച് വെച്ച കരിവേപ്പില, ഇല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ കരിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ മാവ് പോലെ ഇത് കുഴച്ച് വെച്ചു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് ഒരു നനഞ്ഞ ടവൽ അല്ലെങ്കിൽ ഒരു തോർത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു തോർത്താണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് അത് തുറന്ന് വെച്ചു. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് മാവായിട്ടുണ്ട്. ഇത് ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ വെക്കുമ്പോഴത്തേക്കിന് അത് കുറച്ച് ഭയങ്കര സോഫ്റ്റായി നല്ല ഓയിലി ആയ പോലെ തോന്നും. ഇത് കാണാൻ നല്ല സോഫ്റ്റാണ്, വളരെ ഓയിലി ആയ പോലെ തോന്നും. ഇതൊന്ന് നമുക്ക് ഇനി പരത്തിയെടുക്കാം. കുറച്ച് പൊടിയിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. പൊട്ടിപ്പോവാതെ നോക്കണം, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇത് പരത്തിയെടുക്കുമ്പോൾ. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെക്കുമ്പോൾ തരി ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഓരോന്നോരായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതിന് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. കല്ലിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കിട്ട് ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഓയിൽ മേലെ സ്പ്രെഡ് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് മാത്രം. ഇല്ലെങ്കിൽ നോർമലായി നമ്മൾ ചപ്പാത്തി ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ബബിൾസ് ഇങ്ങനെ പൊന്തി വരും. കുറച്ച് ചൂടായി വരുമ്പോൾ നല്ല ബബിൾസ് ഇങ്ങനെ പൊന്തി വരും. വളരെ ചെറിയ സമയം കൊണ്ട് ചുട്ടെടുക്കാവുന്നതാണിത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ലാത്തവർക്കും ചപ്പാത്തി കഴിച്ച് മടുത്ത കൂട്ടർക്കും നല്ലൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ ആലു പൊറോട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ട്രൈ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.